എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിന്ന് വായിക്കാനുള്ളത് സ്കന്ധം 4 അധ്യായം 28. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരി നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത അഷ്ടാവിംശതിതമോऽധ്യായഃ. നാരദോവാച. സൈനികാഭയാനാംനോ യേ ബർഹിഷ്മൻ ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിജേരുരവനീലിമാം തയേകദാതുരഭസാം പുരഞ്ജനപുരീം നൃപാം രുരുദുർഭവഭോഗാഢ്യാം ജരത്തന്നകപാലിതാം കാലകന്യാഭിബുഭൂജേ പുരഞ്ജനപുരം ബലാത് യയാഭിഭൂത പുരുഷ സദ്യോ നിസ്സാരദാമിയാത് തയോപപുജ്യമാനാം വൈ യവനാം സർവതോദിശാം ദ്വാർഭി പ്രവിശ്യ സുദൃശം പ്രാർത്ഥയൻ സകലാം പുരീം തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനീം പുരഞ്ജനഃ അവാവോരുവിധം സ്ഥാവാൻ കുടുംബി മമദാകുല കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞാം ഹൃദൈശ്വര്യോ ഗന്ധർവയവനേർബലാത് വിശീർണാം സ്വപുരീം വീക്ഷ്യാം പ്രതികൂലാനനാധൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാം ജഗദസൗഹൃദാം ആത്മാനം കന്യാഗ്രസ്തം പഞ്ചാലാനവിഭൂഷിതാൻ ദുരന്ത ചിന്താമാപന്നോ നലേഭേ തത്പ്രതിക്രിയാം കാമാനഭിലഷന്തീനോ യാതയാമാംശ കന്യയാം വിഗതാത്മഗതി സ്നേഹപുത്രധാരാം ചരാളയൻ ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതുംബ്രജക്രമേ രാജാം താംബുരീമനികാമദഃ ഭയാനാംനോഗ്രജോ ഭ്രാതാ പ്രജ്വാര പ്രത്യുപസ്ഥിത ദദാഹതാം പുരീം കൃഷ്ണാം ഭ്രാതുപ്രിയജിഗീർഷയാം തസ്യാം സന്ദഹ്യമാനായാം സൗഭരസപരിച്ഛദഃ കൗടുംബിക കുടുംബിന്യാം ഉപാദപ്യതസന്വയഃ യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാം പുര്യാം പ്രജ്വാര സംസൃഷ്ട പുരവാലോന്നവത്യതാം നശേകേ സോപിതും തത്ര പുരുകൃച്ചോരുവേവതോം ഗന്ധുമൈച്ഛത്തതോം വൃക്ഷ കോടരാദിവസാനലാത് ശിഥിലാവയവോയർഹി ഗന്ധർവൈഹൃതപൗരുഷഃ യവനൈരരിഭിരാജന്നുപരുദ്ധോരുരോധഃ ദുഹിതൃപുത്രപൗത്രാംശ ജാമിതാമാതൃപാർഷദാൻ സത്വാവശിഷ്ടം യത്കിഞ്ചിത് ഗൃഹകോശപരിച്ഛദം അഹം മമേധി സുകൃത്യ ഗ്രഹേഷു കുമതിർഗൃഹി ദദ്യൗ പ്രമദയാദീനോ വിപ്രയോഗവുപസ്ഥിതേ ലോകാന്തരം ഗതവതീം മയ്യനാദാ കുടുംബിനീം വർത്തിഷ്യതേ കഥം ദ്വേഷാം ബാലകാനനുശോചതീം ന മയ്യനാസിതേ ഭുങ്ക്തേ നാസ്നാദേ നാസ്തി മത്പരാം മയി രുഷ്ടേ സുസംത്രപ്സ്താം ഭർസിതേ യദവാഗ്ഭയാൽ പ്രബോധയതി മാ വിഘ്നം വ്യുഷുദേ ശോകകർഷിതാകാം വർമ്മൈതദ്ഗൃഹമേദീയം വീരസൂരവിനേഷ്യതീം കഥം ദുദാരകാദീനാം ദാരഗീർവാപരായണാകാം വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നലാവൈവോ ദദൗ ഏവം കൃപണയാം ബുദ്ധ്യാം ശോചന്തമദർഹണം ഗൃഹീതും കൃതധീരേണം ഭയനാമാഭ്യവദ്യതകാം പശുവദ്യവനൈരേഷേനീയമാനാം സുഖം ക്ഷയം അന്യദ്രവന്നനുപദാം ശോചന്തോ ദൃശമാധുരാം പുരീം വിഹായോ ഭഗത ഉപരുദ്ധോ ഭുജംഗമാം യഥാ തമേവാനുപുരീം വിശീർണാം പ്രകൃതിം ഗതാം വിഗൃഹ്യമാണപ്രസവം യവനേന ബലീയസാം നാവിന്ദത്തമസാവിഷ്ട സഹായം സുഹൃതം പുരാം തം യജ്ഞപശവോനേന സംജ്ഞപ്താം യേ ദയാലുനാം കുടാരൈച്ഛേച്ഛിദുക്രുദ്ധാം സ്മരന്തോമീവസ്യം തദ് അനന്തപാരേ തമസി മഗ്നോ നഷ്ടസ്മൃതി സമാഹാം ശശ്വതീരനുഭൂയാർത്തിം പ്രമദാസംഗഭൂഷിതഃ താമേവ മനസാ ഗൃഹ്ണൻ ബഭൂവ പ്രമദോത്തമാനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി. ഓം തത്സദ്. ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥം കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? പുരഞ്ജനൻ
മരണശയ്യയിലാണ് അല്ലെ. മരണശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ഈ ഭഗവാനെ അറിയാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നത് കൊണ്ട് അപ്പോ ഭഗവാനെ പോലും അപ്പൊ ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ആരെ കുറിച്ചാണ് എപ്പോഴും ഓർക്കുന്നത്? ആ സമയത്ത് സാധാരണ എല്ലാ ജനങ്ങളുടെയും കാര്യം അങ്ങനെയാണ്. അതായത് നമ്മൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോവുക, വഴിപാട് കഴിക്കുക, ഇങ്ങനെ ഭഗവാനെ കാര്യത്തിന് മാത്രം വിളിക്കുന്ന ആൾക്കാരാണ് മിക്കവാറും. അപ്പോൾ നമ്മൾ പക്ഷെ ആ ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ അതിനാണ് നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഇതൊരു പുതിയതായിട്ട് പറയുകയല്ല എന്നും പറഞ്ഞു. കാരണം ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു പണ്ട് കാലത്തൊക്കെ. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് വീണ്ടും അത് ചെയ്യണമെന്ന് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എഴുതി വെച്ചത് തന്നെ. ഞാൻ പറയുന്നതല്ലോ, ഇതൊക്കെ ഭഗവാൻ ചെയ്യില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബുക്ക് എഴുതി വെച്ചു. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും നിയോഗമായിരിക്കാം. ഇപ്പൊ ഇത് വായിക്കാനും പറയാനും എല്ലാം അത് കേൾക്കാനും ഒക്കെ നമുക്ക് നിയോഗമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ വിധിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ചിലർക്ക് മാത്രം എന്തുകൊണ്ടാണ് അതിലേക്കൊന്നും താല്പര്യം വരാത്തതെന്ന് വെച്ചാൽ അവർക്ക് ഇനിയും കുറെ ജന്മങ്ങൾ കഷ്ടപ്പെടാനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾക്ക് ആ ജന്മ സാഫല്യം കിട്ടുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം പറയുന്ന കാര്യവുമല്ല. അതായത് നമ്മൾ 4 യുഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെ യുഗങ്ങളാണ്? ത്രേതായുഗം, അതായത് സത്യയുഗം ആദ്യം, പിന്നെ ത്രേതായുഗം, പിന്നെ ദ്വാപരയുഗം, പിന്നെ കലിയുഗം. ഈ സത്യയുഗം എന്ന് വരാൻ കൃതയുഗം എന്ന് കൂടി, കൃതയുഗം എന്നാണ് ശരിക്കും, കൃതം ത്രേത അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ഈ ആദ്യത്തെ ആ യുഗത്തിന്, കൃതയുഗത്തിന് സത്യയുഗം എന്ന് കൂടി പേരുണ്ട്. എന്തുകൊണ്ടാണ് കൃതയുഗത്തിന് സത്യയുഗം എന്ന് പേര് വരാൻ കാരണം? ആ കാലഘട്ടത്തില് ആർക്കും ഇങ്ങനെയുള്ള ബുക്കിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊക്കെ കലിയുഗത്തിലേക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. ആ സത്യയുഗത്തിൽ എല്ലാവരും സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ യുഗത്തിന്റെ പേര് തന്നെ സത്യം. പിന്നെ അവർക്ക് അപ്പൊ ഭഗവാനെ ഒന്നും വിളിക്കേണ്ട അവർക്ക് കാര്യം തന്നെ ഇല്ല. അവരെല്ലാവരും കർമ്മോത്സുകരായിരുന്നു. ആർക്കും ദുഃഖങ്ങളില്ലായിരുന്നു. കാരണം എന്താ? ദുഃഖം എന്ന് നമ്മൾ പറയുന്നത് തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളാണ് ആപേക്ഷികമായിട്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് എല്ലാവരും അധ്വാനിച്ചിരുന്നു, എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. എനിക്ക് നിനക്ക് എന്നുള്ള ചിന്ത ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ്. അത് ഇപ്പൊ സയൻസിലും പറയുന്നുണ്ട്, ആ സോഷ്യലിലൊക്കെ പറയുന്നില്ലേ? അതായത് മുമ്പേത്തെ ജനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയില്ലേ, ഹിസ്റ്ററിയിലൊക്കെ ഇല്ലേ, ശിലായുഗം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നില്ലേ? അതിൽ വായിച്ചു നോക്കിയാൽ കൂടി നമുക്ക് സിമ്പിളായി അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിതം എത്ര സന്തോഷകരമായിരുന്നു എന്നുള്ളത്. പിന്നീട് ഈ ഏറ്റവും കൂടുതൽ കലിയുഗത്തിലാണ് മനുഷ്യൻ വിഷമിക്കുന്നതും. ഇപ്പോഴാണ് മനുഷ്യൻ ടെൻഷൻ എന്നുള്ളൊരു വാക്ക് ഡിക്ഷണറിയിലേ ഉണ്ടായിരുന്നില്ല ആരുടെ, നമ്മുടെ മുത്തശ്ശിയുടെ ഒന്നും കാലത്ത്. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ കൃതയുഗത്തിലും സത്യയുഗത്തിലൊന്നും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ത്രേതായുഗത്തില് അത്രയ്ക്കങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോ ഓരോ യുഗം വരുമ്പോഴും ധർമ്മത്തിന്റെ കാല് ഓരോന്ന്, ഇപ്പൊ ധർമ്മത്തിന് 4 കാലുള്ളതിൽ കാൽഭാഗം നഷ്ടപ്പെട്ടു പറയും. ഒരു കാല് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കാൽഭാഗം പോയി. പിന്നെ ത്രേതായുഗം ആകുമ്പോഴേക്കും ഒരു കാൽഭാഗം പോയി. ദ്വാപരയുഗത്തിൽ ഒരു കാൽഭാഗം പോയി. കലിയുഗത്തില് ഒരു കാൽഭാഗം പോയി. അപ്പൊ ഇത്രയും ഇപ്പൊ കലിയുഗത്തിൽ 3/4 ഭാഗം പോയി. അപ്പൊ ഇനി എന്താണ്? ഒരു കാൽഭാഗം മാത്രമേ ധർമ്മമുള്ളൂ. ഇവിടെ കാൽഭാഗം മാത്രമേ ധർമ്മമുള്ളൂ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പൊ ആ കാലും കുറഞ്ഞു വരികയാണ്. കലിയുഗത്തിന്റെ ഒടുവാകുമ്പോഴേക്കും അത് മുഴുവനായി അധർമ്മമായി മാറും. അപ്പൊ അങ്ങനെ ഈ പുരഞ്ജനന്റെ പുരിയെ ആക്രമിച്ച് പുരിയും വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമാണ് യഥാതമേവാനു പുരിയും വിശീർണോ പ്രകൃതിയും ഗത. അപ്പോ ആ നമ്മുടെ ശരീരം നശിച്ചു പോകുക എന്നുള്ളത് പ്രകൃതിയാലുള്ള ഒരു നിയമമാണെന്നും അത് നമ്മൾക്ക് എന്ത് സുഖ സൗകര്യങ്ങളും നമ്മൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും അതിനൊന്നും തന്നെ എന്തില്ല, ശാശ്വതമായ നിത്യമായ ഒരവസ്ഥയില്ല. അതൊക്കെ മാറും. എന്തൊരു സന്തോഷമായാലും നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ആഗ്രഹം നേടാൻ വേണ്ടി കുറെ ഭഗവാന് വേണ്ടി പൂജകളും എല്ലാം ചെയ്തു, ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടൊക്കെ ചെയ്തു. ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിന് അധികം നിലനിൽപ്പില്ല. ആ ആഗ്രഹം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിനപ്പുറം അത് കടക്കില്ല. പിന്നെയും നമ്മൾ വീണ്ടും വേറെ ആഗ്രഹം വെക്കും ഭഗവാന്റെ അടുത്ത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എൻഡില്ല. അപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ചെയ്തുകൊണ്ട് എപ്പോഴായാലും മരിക്കുന്നതിന് മുമ്പെങ്കിലും ഭഗവത്ഗീതയില് 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അർജുനനോട്,
അവസാന കാലത്തിലെങ്കിലും ഭഗവാൻ ഇതൊന്ന് മനുഷ്യൻ ഇതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവന്റെ കാര്യം നല്ലതായി വരും എന്നാണ് പറയുന്നത്. അപ്പൊ അവസാനമെങ്കിലും ഒരു 60 വയസ്സ് കഴിയുമ്പോഴെങ്കിലും ജനങ്ങൾക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടായാൽ, അപ്പൊ അതുപോലും ഇല്ല. അപ്പൊ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പറയാറില്ലേ, വയസ്സായവരൊക്കെ വയസ്സായവരൊക്കെ അറ്റ്ലീസ്റ്റ് അന്നൊക്കെയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവര് എന്ത് ചെയ്യില്ല, കുടുംബ ബന്ധങ്ങളിലൊന്നും ഏർപ്പെടില്ല. അവരവരുടെ ഭാഗവതം, രാമായണം ഇതൊക്കെ വായിച്ചുകൊണ്ട് ഒരു ഭാഗത്തിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ അതൊക്കെ വായിച്ച് നമ്മൾ ആ ഭഗവാനെ അറിയാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മരണഭയത്തിൽ നിന്ന് മുക്തി കിട്ടൂ. ഇപ്പൊ ഈ ഭാഗവതം മുഴുവനും എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ആർക്ക് വേണ്ടിയാണ്? പരീക്ഷിത്ത് രാജാവിന് വേണ്ടിയാണല്ലോ ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ബുക്ക് ആർക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയതാണ്? പരീക്ഷിത്ത് മഹാരാജാവിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് എന്തായിരുന്നു പ്രശ്നം? വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് 7 തക്ഷകം കടിച്ചു മരിക്കുന്നുള്ളൊരു ശാപം കിട്ടുകയും അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ താൻ മരിച്ചു പോകുന്ന അദ്ദേഹത്തിന് അറിയാണ്ടി വന്നു. അപ്പൊ 7 ദിവസത്തിനുള്ളിൽ താൻ മരിച്ചു പോകുന്ന അറിഞ്ഞാൽ ആർക്കായാലും എത്ര വിഷമം ഉണ്ടാവും അല്ലെ? ആർക്കും അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അതുപോലെ പരീക്ഷത്തിനും അങ്ങനെ ഒരു താങ്ങാനുള്ള ശക്തി ഉണ്ടായില്ല. അപ്പൊ ഋഷിമാരുടെ അടുത്ത് വന്നു. അങ്ങനെ ഋഷിമാര് നാമമൊക്കെ ചൊല്ലാൻ പറഞ്ഞു. പക്ഷെ മരണം അടുത്തിരിക്കുന്ന സമയത്ത് നാമം ചൊല്ലാൻ ശ്രമിച്ചാൽ സാധിക്കില്ല. അതൊക്കെ എല്ലാ കാര്യവും അങ്ങനെയാണ്. നമ്മൾ നേരത്തെ ഒരു പ്രതിസന്ധി വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് അപ്പം അതിലെത്തില്ല. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്, കുട്ടികളിലേക്ക് ഇനിയുള്ള കാലം കുട്ടികളിലേക്ക് ഇത് ആദ്യം പകർന്നു കൊടുക്കണം. കുട്ടികളെ ആത്മീയ പഠനത്തിന് വേണ്ടി നമ്മൾ നിയോഗിക്കണം. അങ്ങനെ ഒരു വളർന്നു വന്നാലേ അവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ആത്മീയത പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? ഓരോ പ്രതിസന്ധികളെയും നമ്മൾക്ക് തരണം ചെയ്യാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഓരോ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും നമ്മുടെ കടമകൾ നിർവഹിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടാൻ, അങ്ങനെ നമ്മള് ഒടുവ് അങ്ങനെ വന്ന് നമ്മൾ ഒടുവ് മരണഭയത്തെയും അതിജീവിക്കും. എല്ലാ ധൈര്യവും കിട്ടി ഒടുവ് നമുക്ക് മരണത്തെയും അതിജീവിക്കാൻ പറ്റുക എന്നുള്ളത്. മരണം എന്താണ്? നമ്മുടെ ഈ ശരീരം മാത്രമാണ് നശിച്ചു പോകുന്നതെന്നും അതിന് എന്തായാലും ഉപകരണങ്ങൾക്ക് എല്ലാത്തിനും നാശമുണ്ട്, നാശമില്ലാത്തതായ ആത്മാവിന് മാത്രമാണ്. ആ ആത്മാവ് എവിടേക്ക് പോണു? ഭഗവാനിലേക്കാണ് ലയിക്കുന്നത്. ഈ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാക്കാനില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞു വന്നാൽ നമ്മൾ അങ്ങനെയാണെന്ന് പറയുമെങ്കിലും അത് നമ്മുടെ അനുഭവത്തിൽ വരണം. ആ അനുഭവത്തിൽ നമ്മൾക്കത് അനുഭവിക്കാൻ കഴിയണം. ആ അനുഭവിക്കാൻ കഴിയുമ്പോഴേ അതിന്റെ ഉപയോഗം ശരിയായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോ ഭാഗവതത്തില് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോ നമ്മൾ പറയുന്ന ഭഗവാൻ തന്നെയാണ് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണനാണ് അല്ലേ ഭാഗവതത്തിൽ ഞാൻ ലയിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ആത്മാവ് ഭാഗവതത്തിലാണ് വെച്ചിട്ട് പോയിരിക്കുന്നത്. ഭഗവാനെ നമുക്ക് ഭാഗവതത്തിൽ കാണാൻ പറ്റും. അപ്പൊ അത് വായിക്കുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും ഭഗവാന്റെ സാന്നിധ്യം ഭാഗവതത്തിൽ ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്താണ് അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ഭഗവാൻ ചെയ്യുന്നത്? നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മളെ നയിക്കാൻ, നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്കൊരു വഴിയിലൂടെ പോകുമ്പോൾ ആ വഴിയില് കുറച്ച് വഴി മോശമാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിനെ ഈ വഴിയെ പോകരുത് എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കും അല്ലേ. അപ്പോ ആൾക്കാര് അവിടെ വഴി മോശമാണെന്നോ അല്ലെങ്കിൽ മല എന്തെങ്കിലും ഇടിഞ്ഞിട്ടുണ്ടെന്നോ ആ വഴിയെ പോകണ്ട. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യാം? തിരിഞ്ഞു നമുക്ക് പോകാം. ആ വഴിയിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ അതേപോലെയാണ് നമ്മളെ നേർവഴിക്ക് കാണിച്ചു തരുന്ന, നമ്മൾ ഏതു വഴിക്ക് പോകണം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന പുസ്തകങ്ങളാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം പോലും ഭഗവാൻ നേരത്തെ എഴുതി വെച്ചു എന്നാണ്. അപ്പൊ ഭഗവാൻ ആദ്യം തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് ബ്രഹ്മാവിന് സൃഷ്ടി ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടിയത് എങ്ങനെയാണ്? ഭഗവാനാണ്. ഭഗവാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിന്നിലൂടെ സൃഷ്ടി ചെയ്യുന്നത് ഞാനാണെന്ന് ഓർത്താ മതി. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവിലൂടെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെയാണ് ലോകമായി പലതായി മാറി വന്നത്. അപ്പൊ അങ്ങനെ ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം തന്നെ ഭഗവാനാണെന്ന്, ഭഗവാനിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശന യോഗത്തിലെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരാനുള്ള പുസ്തകങ്ങളായിരുന്നു ഈ വേദങ്ങളെല്ലാം എഴുതിയത്. അപ്പൊ ബ്രഹ്മാവ് ആദ്യം ജനങ്ങളെ ജനിപ്പിച്ചപ്പോ തന്നെ അവർക്കുള്ള പുസ്തകവും എഴുതി. എന്തിനു വേണ്ടി? അവർ സന്തോഷമായി ജീവിക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ നമ്മള്
ഒരു ഗാർഡനിൽ കുട്ടികളെ കളിക്കാൻ വിടുകയാണെങ്കിൽ നമ്മളുടെ ഒരു അദൃശ്യമായ കണ്ണവരുടെ മേത്തുണ്ടാവും അല്ലേ. കുട്ടികൾ തമ്മിൽ വഴക്കിടുകയോ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ കണ്ടാൽ നമ്മൾ വേഗം ഓടിപ്പോയി അതിൽ നിന്ന് അവരെ മാറ്റുകയും രക്ഷിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മളുടെ മുൻമേല് ആരുടെ കണ്ണുണ്ട്? ഭഗവാന്റെ കണ്ണുണ്ട്. ആ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല. അറിയാതെ നമ്മൾ തെറ്റുകൾ ചെയ്യുകയാണ്. അപ്പോ ആ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ നേർവഴിക്ക് കൊണ്ടുവരാനാണ് ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വായിച്ചു പഠിച്ചാൽ മാത്രമേ നമുക്ക് മരണഭയത്തിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. അപ്പൊ മരണഭയത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ് മരണം എന്ന് ആദ്യം മനസ്സിലാവണം. അതായത് ശരീരം മാത്രമാണ് നശിച്ചു പോകുന്നതും എന്താണ് നമ്മുടെ ആത്മാവ് ഭഗവാനിലാണ് ചേരുക. പിന്നെ ഏതാണ് പുനർജന്മത്തിന് കാരണമാകുന്നത്? എന്താണ്? മനസ്സ്. മനസ്സ് എന്നൊന്നുണ്ട് അല്ലെ, സൂക്ഷ്മ ശരീരം എന്ന് പറയും. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരമുണ്ട്. അതുപോലെ ഭഗവാനാകുന്ന ആ ശക്തിയാണ് നമ്മളെ പ്രാണൻ എന്നൊക്കെ പറയുന്നത് ഭഗവാൻ. അത് പോയി കഴിഞ്ഞാൽ ശരീരം നമ്മൾ ദയിപ്പിച്ച് കളയുന്നു, ആത്മാവ് ഭഗവാനിൽ തന്നെ ചേരുന്നു. പക്ഷെ പുനർജനിക്കുന്നത് എന്താണ്? ഈ ഏത് ഭാഗമാണ്? മനസ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവ് പോകുന്ന സമയത്ത് അതിന്റെ കൂടെ മനസ്സിനെയും വിട്ടാക്കണം. അതിന് നമുക്ക് സാധിക്കണം. അതിനെയാണ് നമ്മൾ ലിംഗശരീരം എന്നൊക്കെ പറയുന്ന ഈ മനസ്സ്. മനസ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സാണ്. ആ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ മരണഭയം ഉണ്ടാവില്ല. പിന്നെ ഒന്നും ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. അപ്പൊ മനസ്സാണ് മാറേണ്ടത്, അല്ലാണ്ട് പരിതസ്ഥിതികളല്ല മാറേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ പരിതസ്ഥിതികളെ മാറ്റിക്കൊണ്ടിരുന്നാൽ ആ പരിതസ്ഥിതികളല്ല മാറേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റി മനസ്സിനെയാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഇപ്പൊ പുറത്ത് വെയിലുണ്ട്, തണുപ്പുണ്ട്, ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ. നമ്മുടെ വീടിന്റെ കതകും ജനലും അടയ്ക്ക് നമ്മൾ വെച്ചാൽ നമുക്ക് കാറ്റും തണുപ്പും ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. നമ്മൾ പുറത്തു പോയി നിന്നാൽ പുറത്തുള്ള ചൂടിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മൾക്ക് പുറത്തുള്ള ചൂടും തണുപ്പും ഒക്കെ ഉള്ളിൽ വരാതിരിക്കാൻ നമ്മൾ AC ഒക്കെ വെക്കും അല്ലേ നമ്മുടെ വീട്ടില്. അപ്പൊ അതുപോലെ നമ്മുടെ മനസ്സിനെ ആത്മീയത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ AC ആക്കിയാൽ ആത്മീയത കൊണ്ട് അപ്പൊ പിന്നെ നമ്മൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെയാണ് മാറ്റിയെടുത്ത് ഭഗവാനിലേക്ക്. അപ്പൊ അതിന് ഇതൊക്കെ നമുക്ക് പറ്റുമോ ചോദിച്ചാൽ ഒരു എളുപ്പ വഴിയിൽ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർക്കുക. അപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. നമ്മുടെ ഭാരമൊക്കെ ആര് ചുമന്നോട്ടെ? ഭഗവാൻ ചുമന്നോട്ടെ എന്നുള്ള മാതിരി. അതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ എവിടേക്ക് ചേർക്കണം? ഭഗവാന്റെ കയ്യിലേക്ക്. ഈ ഭഗവത്ഗീതയിൽ 5 കുതിരകളുണ്ട്. ആ 5 കുതിരകളുടെ കടിഞ്ഞാണ് ആർക്ക് കൊടുക്കണു? അർജുനൻ ഭഗവാന് കൊടുത്തു. അപ്പൊ അർജുനൻ എപ്പോഴും ഭഗവാനെയാണ് എല്ലാം ഏൽപ്പിച്ചത്. ഭഗവാൻ ചെയ്തോട്ടെ എന്നുള്ള മാതിരി. അതുകൊണ്ട് തന്നെയാണ് അതാണ് പറയുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കടിഞ്ഞാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ കടിഞ്ഞാണ് ആർക്ക് കൊടുക്കുക? ഭഗവാനിൽ ഏൽപ്പിക്കുക. അതാണ് ഭക്തിയിലൂടെ നമുക്ക് മുക്തി കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിയിൽ നമുക്ക് എല്ലാം ഭഗവാനായിരിക്കും. ഭഗവാനിൽ നിന്നും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഭഗവാനെ വിളിക്കാണ്ട് നമ്മുടെ മനസ്സിന്റെ ആ കടിഞ്ഞാണ് അങ്ങോട്ട് ഭഗവാനിലേക്ക് കൊടുക്കുക. മനസ്സിനെ നമ്മൾ വേണമെങ്കിൽ ഭഗവാന് കൊടുക്കുക, വിറ്റ പോലെ. അപ്പൊ അതായത് നമ്മളൊരു സ്ഥലം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ഥലത്തിൽ ഒന്നും പോയിട്ട് അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അവരെന്ത് ചെയ്യണോ അത് നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ. അതുപോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ ആർക്ക് കൊടുക്കുക? ഭഗവാനിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് അതിലൊരു അധികാരം ഇല്ല. ഭഗവാൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫ്രീ ആയി. എന്തിനു വെറുതെ നമ്മൾ ഭാരം ചുമക്കണം? ഭാരം അങ്ങ് ഭഗവാനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കുക. അതാണ് നമ്മൾ ഈ ആത്മീയതയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഭൗതികത എന്ന് പറയുന്നത് ആത്മീയതയ്ക്ക് സഹായിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരേ ലൈനിൽ പോകേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പുരഞ്ജനന് അത് സാധിച്ചില്ലാത്തത് കൊണ്ടാണ് പ്രാചീന വർഗീസിനും അത് സാധിച്ചിട്ടില്ല. കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, കാര്യം സാധിക്കാൻ വേണ്ടി യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടും പ്രാണികളെ വധിച്ചുകൊണ്ടും ബലി ചെയ്തുകൊണ്ടും ഒക്കെ യാഗം ചെയ്ത് തന്റെ കാര്യം സാധിക്കാൻ അങ്ങനെ നടക്കുന്നവർക്ക് ഒടുവ് മരണഭയവും അതുപോലെ തന്നെ ഈ കാലകന്യ ഭയം എന്ന് പറഞ്ഞ അവരുടെയൊക്കെ ആക്രമണം കൊണ്ട് മരണം സുഖമാക്കി തീർക്കാൻ പറ്റില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പൊ അങ്ങനെ ആ പുരിയിൽ നിന്ന് ഭഗവാന് അതായത് ആ ജീവൻ വിട്ടുപോകുകയാണ്. വിട്ടുപോകുമ്പോഴും
മനസ്സ് എന്തിലാ വെച്ചിരിക്കുന്നത്? ഭഗവാനിലല്ല വെച്ചിരിക്കുന്നത്. മനസ്സിനെ പുത്രനിലും ഭാര്യയിലും, അയ്യോ എന്റെ ഭാര്യയെ വിട്ടു പോകേണ്ടി വന്നല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് അയാള് മരിച്ചു പോകുന്നത്. അപ്പൊ ബലാത്കാരേണ ആ ജീവൻ വേർപെട്ടു പോകുമ്പോൾ ഭാര്യയെ ഓർത്തുകൊണ്ടാണ് ഈ ആര് മരിച്ചുപോയത്? പുരഞ്ജനൻ മരിച്ചുപോയത്. അതുകൊണ്ട് തന്നെ അയാള് വീണ്ടും ജന്മമെടുത്തു. എന്തായിട്ടാ ജന്മമെടുത്തത്? പുരഞ്ജനൻ വേറൊരു വിദർഭ എന്ന രാജ്യത്തില് ആ രാജാവിന്റെ പുത്രിയായിട്ട്, വിദർഭ എന്ന പുരഞ്ജനി എന്ന് പറയും, പുരഞ്ജനൻ പുരഞ്ജനിയായിട്ട് വീണ്ടും എന്ത് ചെയ്തു? അവതരിച്ചു. അപ്പൊ വേറൊരു പെൺകുട്ടിയായിട്ട് ആ വിദർഭ രാജാവിന്റെ കൊട്ടാരത്തിൽ ജനിക്കുകയാണ്. അപ്പൊ നമ്മള് ആണ് പെണ്ണായി ജനിക്കും. പിന്നെയും അതുപോലെ മരിക്കുന്ന സമയത്ത് ആരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണോ മരിക്കുന്നത്? ഈ സുഖഭോഗങ്ങളിലൊക്കെ തന്നെ കണ്ണുവെച്ചുകൊണ്ടാണ് മരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഭൂമിയിലേക്ക് വരണം. വീണ്ടും ആ വീണ്ടും ആ ഭാര്യയായി വന്ന്, അതായത് ആ പുരഞ്ജനിയായി വന്ന് വിദർഭ രാജാവിന്റെ, പാണ്ഡ്യരാജാവിന്റെ മകളായിട്ട് വീണ്ടും വേറൊരു രാജാവിനെ കല്യാണമൊക്കെ കഴിച്ച് പിന്നെ അതാണ് ഇനി അടുത്ത അധ്യായങ്ങളിൽ വരുന്നത്. വീണ്ടും ദുരിതമാണ്. അപ്പൊ ഒരു സ്ത്രീ പുരുഷൻ എന്ന നിലയിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചു. ഇനി ഒരു സ്ത്രീയായി ജനിച്ചുകൊണ്ട് വീണ്ടും പുരഞ്ജനൻ വീണ്ടും വിഷമങ്ങൾ അനുഭവിക്കുന്നതാണ് ഇനി വരാം. ഇതിൽ ഇത്രയേ ഉള്ളൂ.